എന്താണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ള യഥാർത്ഥ വസ്തുത എന്ന് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. ഇ പി ജയരാജൻ എന്തായാലും നിയമ നടപടിയിലേക്കും ക്രിമിനൽ പ്രൊസീജിയറിലേക്കും മുന്നോട്ട് പോകുമ്പോൾ ഇനി ഉത്തരം പറയേണ്ടത് പ്രസാധകരാണ്. പ്രസാധകരുടെ മൗനം പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ട സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ DC ഇപ്പോഴും ഒരാവാക്ക് പോലും പറയുന്നില്ല. സംശയത്തിന്റെ നിഴലിലാണ് പ്രസാധകർ ഉള്ളത്. ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. റെജി ലൂക്കോസ് ഇടത് സഹയാത്രികനുമൊപ്പം N ശ്രീകുമാർ മാധ്യമപ്രവർത്തനം കൂടി ചേരുകയാണ്. റെജി ലൂക്കോസ്, ഇ പി ജയരാജൻ ഇതാ ക്രിമിനൽ നടപടിയിലേക്ക് അടക്കം പോവുകയാണ്. വക്കീൽ നോട്ടീസ് അയച്ചു. ഇ പി പറയുന്നത് താൻ എഴുതാത്ത അല്ലെങ്കിൽ എഴുതി തീരാത്ത പുസ്തകത്തിൽ അതിൻ്റെ പ്രസാദനം മാത്രമല്ല, തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ സംഭവം പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിലെ ഉള്ളടക്കങ്ങൾ 171 പേജുകളുടെ PDF പുറത്തേക്ക് വരുമ്പോൾ അതിൽ തികഞ്ഞൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുമ്പോൾ ഇ പി എസ് സംബന്ധിച്ചോളം പറയുന്ന വാക്കിൽ നമ്മൾ തികച്ചും ആത്മാർത്ഥതയോടെയാണ് കാണേണ്ടത്. അപ്പോഴും പല ചോദ്യങ്ങളും ഇപ്പോഴും ബാക്കിയായി അവശേഷിക്കുന്നുണ്ട്. അത് നമുക്ക് വലിയ ചർച്ചയിൽ പറഞ്ഞു പോകാം. എന്താണ് റെജി ലൂക്കോസിന് തോന്നുന്നത് ഈ വിഷയത്തിൽ? ശ്രീ റെജി ലൂക്കോസ് കേൾക്കാമെങ്കിൽ. ശ്രീ N ശ്രീകുമാറിലേക്ക് റെജി ലൂക്കോസിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ച ശേഷം അദ്ദേഹത്തിലേക്ക് എത്താം. ശ്രീ N ശ്രീകുമാർ, ആ ചോദ്യം ഞാൻ താങ്കളിലേക്ക് ചോദിക്കുകയാണ്. ഈ സംഭവത്തിൽ എന്താണ് ഇനി വ്യക്തമാകേണ്ടത്? കാരണം DC മൗനം തുടരുന്നു. ഇ പി ആണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയുക. ഇ പി നോട്ടീസുമായി പോകുന്നു. വക്കീൽ നോട്ടീസ് നൽകി. കഴിഞ്ഞ ദിവസം DGPക്ക് പരാതി നൽകി ഒരു ക്രിമിനൽ പ്രൊസീജിയറിലേക്ക് ഈ വിഷയം കൊണ്ടുപോകണമെന്നാണ് മാധ്യമങ്ങളോട് ഇ പി പറയുന്നത്. ഇതിന്റെ പിന്നാമ്പുറങ്ങളടക്കം പരിശോധിക്കുമ്പോൾ എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? നോക്കൂ പ്രതീക്ഷേ, ഇ പി ജയരാജൻ പറയുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് അദ്ദേഹത്തെ വിശ്വസിക്കേണ്ടി വരുന്നു. കാരണം എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരണമെങ്കിൽ DC ബുക്സ് പ്രതികരിക്കണം. അവർ പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഇതിൽ രസം എന്താണെന്ന് വെച്ചാല്, ഇ പി ജയരാജൻ അദ്ദേഹം ശരിക്ക് CPM പരിഹസിക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ, CPM കേന്ദ്ര കമ്മിറ്റിയാകാണ് ഇ പി ജയരാജൻ. ഒരു രണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഇങ്ങനെയൊരു വാർത്ത ഒരു പ്രമുഖ പുസ്തകശാലയിൽ നിന്ന് വരുന്നു. അത് വൈകുന്നേരം വരെ വിവാദമാകുന്നു. വോട്ടെടുപ്പ് കഴിയുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഇ പി വിശദീകരണവുമായി രംഗത്ത് വരുന്നു. അപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഞാൻ എഴുതാത്ത ഭാഗങ്ങൾ ആത്മകഥയിൽ വന്നു. ശരിയായിരിക്കാം. പക്ഷെ ആ എഴുതാത്ത ഭാഗം ജനമറിഞ്ഞു. ജനമറിഞ്ഞാൽ മതിയല്ലോ. അത് ഞാൻ എഴുതിയതല്ല എന്നാണ് ഇ പി പറയുന്നത്. പിന്നെ ആരെഴുതിയതാണെന്നാ ചോദ്യം. ഒരാളുടെ ആത്മകഥ അദ്ദേഹം പറയാതെ മറ്റൊരാൾ എഴുതുമോ എന്ന് ചോദിച്ചാൽ അത് എഴുതില്ല എന്ന് തന്നെയാണ് ഉത്തരം. അപ്പോൾ എന്താണ്, ആത്മകഥയിൽ ഇന്ന ഭാഗങ്ങൾ ഉണ്ട് എന്ന് രാവിലെ മുതൽ ചാനലുകളിൽ വരുന്നു. വൈകുന്നേരമായപ്പോൾ ഇ പി ജയരാജൻ പറയുന്നു അത് ഞാൻ എഴുതിയതല്ലെന്ന്. അപ്പോൾ ജനങ്ങൾ അറിയേണ്ടതറിഞ്ഞു. ഇനിയിപ്പോ അത് എഡിറ്റ് ചെയ്തിട്ട് അത് ഇല്ലാതാക്കിയിട്ട് നാളെ അദ്ദേഹത്തിന് ആത്മകഥ പ്രസിദ്ധീകരിക്കാം. ഇതാണ് ഈ സംഭവം. അപ്പൊ എന്താണ്, പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിന്റെ പക്കത്ത് നിൽക്കുന്നു. അതായത് താങ്കൾ പറയുന്നത് അങ്ങനെയെങ്കിൽ അവിടെ DC റോൾ എന്താണ്? അതാണല്ലോ പ്രധാനപ്പെട്ടത്. നമ്മളൊരു പ്രസാധകരെ അല്ലെങ്കിൽ വിശ്വസിച്ചവരുമായി ആശയവിനിമയം, ഒരുപക്ഷെ ഇ പി ഡയറക്റ്റ് ഇവരുമായി ആശയവിനിമയം നടത്തണമെന്നില്ല. ഒരു ആളെ ഏൽപ്പിക്കുമ്പോൾ, കാരണം ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളുണ്ടായിരിക്കാം. ഒരു മാധ്യമപ്രവർത്തകനായിരിക്കാം, പത്രപ്രവർത്തകനായിരിക്കാം. അദ്ദേഹവുമായിട്ട് അവർ തമ്മിലൊക്കെ ആയിരിക്കും ഈ കോണ്ടാക്ട് വരിക. അപ്പോൾ ഈ ധാരണാപത്രം എന്നത് ഒരുപക്ഷെ നമുക്ക് തുടക്കത്തിലെ ഒരു ധാരണാപത്രത്തിൽ ഏർപ്പെട്ട് മാത്രമേ പോകാവൂ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഗ്രന്ഥകർത്താവിനുള്ള പ്രതിഫലമായാലും അതിൻ്റെ കോപ്പി അടക്കം അല്ലെങ്കിൽ പ്രകാശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പിന്നീട് ആയിരിക്കാം, അതിൻ്റെ വഴിയൊക്കെ ആയിരിക്കാം നൽകുന്നത് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു റോളുണ്ടല്ലോ, ഒരു പ്രസാധകൻ എന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ DCക്ക്. ഇ പി പറയുന്നു അങ്ങനെയൊന്ന് പ്രസാധനത്തിന് അനുമതിയെ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ DCയുടെ റോൾ? DC കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് ഈ വിവാദം ആകുമ്പോൾ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, അതിനുശേഷം ഞങ്ങളിതാ അതുകൊണ്ട് പ്രകാശനം നീട്ടിവെക്കുന്നു എന്ന് മാത്രം പറഞ്ഞു പോവുക അല്ലല്ലോ ചെയ്യേണ്ടത്. ഒരു വിശ്വസ്തരായിട്ടുള്ള ഒരു പ്രസാധക സ്ഥാപനം അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, ഇതിപ്പോ കരാറുണ്ടാകണമെന്നില്ലല്ലോ. ഇതിപ്പോ വാക്കാൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നും നമുക്കറിയില്ല. ഇപ്പൊ DC ബുക്സിനോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞാൽ നമുക്ക് തൽക്കാലം ഇ പി ജയരാജനെ വിശ്വസിക്കാനേ കഴിയുള്ളൂ. പക്ഷേ ഇതിൽ അതൊരു തർക്കം അവിടെ നിൽക്കട്ടെ.
പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു എന്നുള്ള തർക്കമാണ്. അതിലത്തെ ചില ഭാഗങ്ങൾ ഏതാണ്ട് 178 പേജോളം പുറത്തു വന്നിട്ടുണ്ട്. ഇത്രയും പേജ് പുറത്തു വരണമെങ്കിൽ അതെന്തായാലും അത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണെന്നാണ് ഇന്ന് ഇ പി പറയുന്നത്. അപ്പോൾ തന്നെ ആ ഒരു വാദം തെറ്റാന്ന് മനസ്സിലല്ലേ ഇ പി പറയുന്നത്? കാരണം കോൺഗ്രസിന് എന്തായാലും പങ്കുള്ളത്? കോൺഗ്രസ് ആണോ DC ബുക്സിന്റെ ഡയറക്ടർ ബോർഡിലുള്ളത്? ഇനി അതൊക്കെ പോട്ടെ, കോൺഗ്രസിന്റെ ആരെങ്കിലും ആണോ ഇ പി ഏൽപ്പിച്ചത്? ഇ പി ഏൽപ്പിച്ച അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഒരു പത്രപ്രവർത്തകനാണെന്ന് പറയുന്നത്. ഞാൻ അങ്ങിലേക്ക് മടങ്ങിയെത്താം. ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ ആരുടെ തിരക്കഥ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇ പി നമ്മൾക്ക് ഒരർത്ഥത്തിൽ ഇപ്പോൾ വിശ്വസിക്കേണ്ടി വരികയാണ്. ഇ പി പറയുന്നു അഡമൻ സ്റ്റാൻഡ് തന്നെ എടുക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ട് ക്രിമിനൽ പ്രൊസീജിയർ, ലീഗൽ മറ്റ് പ്രൊസീജിയറിലേക്ക് ഇ പി നീങ്ങുമ്പോൾ ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞുവല്ലോ, അതിൽ ചില കാര്യങ്ങൾ കൂടി ചേർക്കപ്പെടുകയാണ്. അത് കോൺഗ്രസിൻ്റെ ഗൂഢാലോചന അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൽ ഇ പിയുടെ ബാധ്യത, ഇ പിക്ക് കൂടി കുറച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി കുറവുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണം മാറുന്നുണ്ടോ? എന്താണ് താങ്കൾ ഈ സംഭവത്തിലെ ഒരു നിഗൂഢത കാണുന്നത്, ശ്രീ റെജി ലൂക്കോസ്? ഇതിനകത്തൊരു നിഗൂഢത ഉണ്ട് പ്രതീക്ഷ. കാരണം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാവുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടി വന്ന ദിവസമാണിത്. അത് പ്രധാനപ്പെട്ട പ്രതികരണം എന്ന് പറയുമ്പോൾ അത് ഇ പി ജയരാജൻ്റെ തന്നെയാണ് പ്രതികരണം. DC-യുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും വരാത്തിടത്തോളം കാലം പ്രസാധകരെ സംബന്ധിച്ചുള്ള അവർക്ക് എന്തോ മറയ്ക്കാനുണ്ട് എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാവുകയാണ്. ഇ പി ജയരാജൻ ശക്തമായ നടപടിയിലേക്ക്, അത് നിയമപരമായിട്ടും ക്രിമിനൽ പ്രൊസീജിയറിലേക്കും കടക്കണം എന്ന തരത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചു. ഒപ്പം DGPക്ക് പരാതി നൽകി. ആ DGP നൽകിയ പരാതി ഇപ്പോൾ ADGPക്ക് കൈമാറിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് സേന. റെജി ലൂക്കോസിന്റെ കണക്ഷൻ റെഡിയായി എന്ന് കരുതുന്നു. ശ്രീ റെജി ലൂക്കോസ്, പറഞ്ഞു വന്നത് പൂർത്തിയാക്കാം താങ്കൾക്ക്. അല്ല, ഞാൻ പറഞ്ഞത് സാർ, ഒരു കരാർ ഈ കാര്യത്തിലില്ല. അദ്ദേഹം എഴുതാത്ത പുസ്തകമാണ് പ്രസിദ്ധീകരിച്ചെന്നുള്ളത് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അതല്ല എന്ന് ഈ നിമിഷം വരെ, ഈ ഏതാണ്ട് 40 മണിക്കൂറിടയ്ക്ക് ഇതുവരെ DC ബുക്സ് അതിനെ നിഷേധിച്ചുകൊണ്ടൊരു കുറിപ്പ് പോലിട്ടിട്ടില്ല. പിന്നെ ഇന്നലെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നു പറഞ്ഞ ആ ബുക്ക് ഒരു ഗ്രന്ഥകർത്താവിന്റെ അനുമതി ഇല്ലാതെ എങ്ങനെയാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്? അത് ഏറ്റവും ഒരു ചോദ്യമല്ലേ. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് ക്രിമിനലായിട്ട് സിവിലായിട്ട് നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത്. എന്നിട്ട് പോലും DC ബുക്സിന്റെ ഭാഗത്ത് ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഇത്രയ്ക്കും പ്രശസ്തമായിട്ടുള്ള DC-ക്ക് കിഴക്കാമരുടെ കാലഘട്ടം മുതൽ കൊണ്ട് പടർന്നു പന്തലിച്ച കേരളത്തിലെ 1ാമത്തെ പ്രസിദ്ധീകരണം ഇതുപോലെ ഒരു നെറുകേട് കാണിച്ചിട്ട് അതിന്റെ വിശദീകരണം പോലും തന്നില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട്. അവിടെയാണ് ഇ പി ജയരാജൻ ഇന്ന് പത്രസമ്മേളനത്തിൽ ആരോപിച്ചത് ഇതിന്റെ പിന്നിൽ കോൺഗ്രസ് ആണെന്നുണ്ടോ. ന്യായമായിട്ട് സംശയിക്കാം. കാരണം എന്തുകൊണ്ടാ, ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാണ്, 2 സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാണ്. ആ 2ഇടത്തെയും CPM സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെക്കെതിരെ ഒരു വലിയ ജനരോഷം ഉണ്ടാകത്തക്ക രീതിയിൽ CPM-ലെ സമന്വയ നേതാവായ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന്റെ പുസ്തകത്തിലൂടെ ആഞ്ഞടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ മനസ്സിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വേണ്ടിയിട്ട് അണിയിച്ചൊരുക്കിയ ഒരു തിരക്കഥയാണെന്നുള്ള യാതൊരു തർക്കമില്ല. മിനിഞ്ഞാന്ന് രാത്രി 8:50 ഇത് ഫേസ്ബുക്കിലൂടെ പ്രസിദ്ധീകരിക്കുന്നത്. ഈ നൽകിയിരിക്കുന്ന പരാതിയിൽ ഇപ്പോൾ DC-യുടെ പേര്, ഈ പരാതിയിൽ DGPക്ക് നൽകിയ പേരില്ല. അപ്പോൾ എന്താണ് ഇനി വഴിയെ കാണാം എന്നുള്ളതാണോ ഇ പി ഉദ്ദേശിക്കുന്നത്? മാത്രമല്ല, ഈ കോൺഗ്രസിന്റെ റോൾ എങ്ങനെ സ്ഥാപിക്കും? കാരണം ഇ പി ജയരാജൻ നേരത്തെ തന്നെ ഈ പുസ്തകത്തിന്റെ രചന തുടങ്ങിയതാണ്. അതിൽ ഈ ജാവദേക്കറുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിലൊക്കെ തന്നെ അതിന്റെ ആ എഴുത്ത് പൂർത്തിയാക്കിയതുമാണ്. പിന്നീടാണ് ഈ പറയുന്ന രീതിയിലേക്ക് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തത് എന്ന് പറയുന്നു. പക്ഷേ അക്കാര്യമൊക്കെ ഇ പി തള്ളുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എവിടെയാണ് ഈ കോൺഗ്രസിന്റെ റോള് ഇക്കാര്യത്തിൽ എന്താണ് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്നത്? അങ്ങനെ ഒരു പറഞ്ഞു പോക്ക് മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്. അതിന്റെ PDF സഹിതമാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഈ പുസ്തകത്തിന്റെ പ്രൊമോഷൻ അല്ല ലക്ഷ്യം. പുസ്തകത്തിന്റെ പ്രൊമോഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ആ പുസ്തകത്തിന് അവർ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ മുഴുവൻ PDF ആയിട്ട് പ്രസിദ്ധീകരിക്കുന്നത്? PDF ആയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനമ്പോഴും വായിക്കും. പിന്നെ ആ പുസ്തകം വിറ്റഴിയോ? ഒരിക്കലും എഴുതിയില്ല. അപ്പൊ അതിന്റെ പിന്നിലെ ഗൂഢാലോചന വളരെ വ്യക്തമാണ്. പക്ഷേ ആ ഗൂഢാലോചന നിമിഷങ്ങൾക്കുള്ളിൽ ഇ പിയുടെ വിശദീകരണത്തിലൂടെ മരിച്ചു പോയെന്നുള്ളതാണ് ഇന്നലെ കണ്ടത്. ഇന്നലെ അത് നേരെ തിരിച്ചടിച്ചിരിക്കുന്നു. അതാണ് അതിന് വ്യക്തം. തന്നെയുമല്ല, ഇപ്പൊ ശ്രീനിവാസ് സാറ് പറഞ്ഞതിനകത്ത് തന്നെ ഉത്തരവുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താ, ഇത് ഈ ബുക്ക് പിന്നെ അതേ എഴുതി അല്ലെങ്കിലും ഇത് പ്രസിദ്ധീകരിച്ചതോടുകൂടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇത് എന്താണ് ലക്ഷ്യം വെച്ചത് അറിഞ്ഞെന്നാ പറഞ്ഞേ. ആ ലക്ഷ്യം തന്നെയായിരുന്നു അവരുടെ. വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. ഇതിനകത്തൊരു ലോജിക്കൽ
ഇതുണ്ടോ? ഒരു വിശദീകരണം പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാനൊരു പുസ്തകം എഴുതി, അത് പ്രജീഷിന് ഞാൻ പ്രസിദ്ധീകരിക്കാൻ തന്നു. പ്രജീഷ് എന്റെ അനുമതി ഇല്ലാണ്ട് പ്രസിദ്ധീകരിക്കും. നമ്മളൊരു കരാർ വേണ്ടേ? എത്ര പ്രിന്റ്, എത്ര കോപ്പി അടിക്കും, എത്ര എഡിഷൻ അടിക്കും, എനിക്ക് എന്താണ് റോയൽറ്റി? ഈ റോയൽറ്റി എന്ന് പറഞ്ഞ സംവിധാനം കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന DC ബുക്സ് ആണ്. അത് ആദ്യം മനസ്സിലാക്കുന്നത്. ബിസിനസ് താല്പര്യമാണോ ഇവിടെ നടന്നത്, അതല്ല DC മറ്റൊരു ഗൂഢാലോചനയ്ക്ക് വിധേയമായിട്ടുണ്ട്? എന്താണ് താങ്കളുടെ സംശയം? എന്താണ് എന്റെ സംശയം തന്നെ? ഇത് വളരെ വ്യക്തമാണ്. അതായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനായിട്ട് EP ജയരാജൻ ഒരു പുസ്തകത്തെ ഉപകരണമാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതാത്ത കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് വോട്ടർമാരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, അത് വലതുപക്ഷത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നലെ രാവിലെ ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടെന്നുള്ളൊരു 100% ഉറപ്പല്ലേ? വളരെ വ്യക്തമല്ലേ? പിന്നെ EP കൊടുത്തിരിക്കുന്ന പരാതി DC പേരില്ല എന്ന് പറയുന്നു. അദ്ദേഹം ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ക്ലിയർ ചെയ്തിരിക്കുന്നു. നിയമ നടപടികൾ 2 വേയിൽ സ്വീകരിക്കും, മുന്നോട്ട് കൊണ്ടുപോകും. പോലീസ് സംവിധാനം ക്രിമിനലായിട്ടും സിവിലായിട്ടും കേസ് കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞതിലൂടെ ആ വിഷയം അവിടെ കൃത്യമായില്ലേ? പിന്നെ ചോദ്യം ആവശ്യമുണ്ടോ? ഇതിലെ പാർട്ടിക്ക് CPM-ലെ ശ്രീ റെജി ലൂക്കോസ്, CPM-ലെ മറ്റെന്തെങ്കിലും പടലപ്പിണക്കമോ? കാരണം അറിയാമല്ലോ, EP പെട്ടെന്ന് അനഭിമതനായി, അല്ലെങ്കിൽ EP-ക്ക് തന്നെ ചില അസ്വാരസ്യങ്ങളും ചില നൈരാശ്യങ്ങളും ഒക്കെ തന്നെ പ്രകടമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ നീക്കങ്ങൾ EP-ക്കെതിരെ നടന്നതിന്റെ ഭാഗമായിട്ടാണോ എന്ന സംശയങ്ങൾ എതിർചേരി ഉയർത്തുന്നുമുണ്ട്. അല്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്നും അങ്ങനെ ആരോപണങ്ങൾ കൂടി വരുന്നുണ്ടെങ്കിൽ അതിലെ വസ്തുത എന്താണ്, അല്ലെങ്കിൽ അതിനെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്? അല്ല, ഈ വിഷയത്തില് ഒരു കാരണവശാലും അങ്ങനെ ലിങ്കിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാ? ഇനിയിപ്പോ തന്നെ ഈ പുസ്തകം അതേ എഴുതിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ PDF റിലീസ് ചെയ്തപ്പോൾ ഇടതുപക്ഷത്തോ CPM-എന്നോ അദ്ദേഹത്തിനോട് വിരോധമുണ്ട് ആർക്കെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ DC-യുടെ അടുത്ത് കഴിവാക്കിയാൽ, അങ്ങനെ കേട്ട് ഇങ്ങനെ ഇല്ലാത്ത അല്ലെങ്കിൽ ഇല്ലാത്തൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ മാത്രം മണ്ടന്മാരാണ് DC എന്ന് പറയുന്നത്. ഒരിക്കലുമല്ല, ഒരു കാരണവശാലും. അതുകൊണ്ടാണ് അത് കോൺഗ്രസ് താവളത്തിൽ നിന്ന് പോയതാണെന്നുള്ള EP ജയരാജന്റെ വാദം ശരിയാകുന്നത്. രണ്ടാമത് ആ പുസ്തകത്തെ കുറിച്ച് ഒരു കാര്യം എനിക്ക് പറയാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ടൈറ്റിൽ അദ്ദേഹം എഴുതിയിട്ടില്ല. അതായത് പരിപ്പോടെയും കട്ടക്കാപ്പി കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ടൈറ്റില് അദ്ദേഹത്തിനെ തന്നെ വളരെ മോശമായ രീതിയിൽ ട്രോൾ ചെയ്യുന്ന ടൈറ്റിൽ അദ്ദേഹം എഴുതില്ല. പുസ്തകത്തിന്റെ കവർ പേജ് കണ്ടിട്ടില്ല, പുസ്തകം പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോഴും താൻ പ്രസിദ്ധീകരിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. താൻ കരാറും ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ പറയുന്ന EP ജയരാജന്റെ പുസ്തകം അദ്ദേഹത്തിന്റെ ആണെന്ന് പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് PDF റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100% ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ളൊരു പകൽ പോലെ വ്യക്തമല്ലേ? അത് തന്നെയല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ കണ്ടത്? അതേ ഒരു വസ്തുത വിളിച്ചു പറഞ്ഞപ്പോൾ അത് അന്ന് മുഴുവൻ ബ്രേക്ക് ചെയ്തില്ലേ? ഇതാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ CPM-നെതിരെ നിറയുന്ന നെറുകെട്ട കഥകൾ ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാത്തൊരവസ്ഥയായി. ഇനി വേറൊന്നുകൂടെ പ്രതീക്ഷയോടെ ഞാൻ പറയാം. നമ്മുടെ വയനാട് ദുരന്തത്തിൽ ഏതാണ്ട് 600ഓളം ആളുകൾ മരിച്ചുപോയ 450 പേരുടെ ജനം കിട്ടി. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. ആ ദുരന്തത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ എന്താ? കേരളത്തിനോടൊപ്പം അവസാനം പറഞ്ഞ അതിന്റെ ഒരു ഡീറ്റെയിൽ എടുക്കാൻ പറഞ്ഞു. അതിന്റെ ഒരു മെമ്മോറാണ്ടം കൊടുത്തു. അത് എസ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞ് പിന്നെ ബ്രേക്കിംഗ് വാർത്ത കൊടുത്ത് കേരളത്തിലെ ജനങ്ങളെ ശ്രീകുമാർ, അതായത് എഴുതി തീർന്നിട്ടില്ല എന്ന് EP പറഞ്ഞ EP-യുടെ ജീവിതം പിന്നെ ആരാണ് എഴുതി ചേർത്തത്? അവിടെ ഒരു അഡീഷൻ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു ആഡിങ് നടന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാണ്? EP പറയുന്നത് പോലെ EP-ക്ക് ഒരു ഡയറക്റ്റ് ഒരു ധാരണാപത്രം ഇല്ലാത്തത് കൊണ്ട് EP-ക്ക് അതൊരു ഒരു ന്യായീകരണ ഉപാധിയായി കാണുന്നതാണോ? കാരണം ഒരു ഡയറക്റ്റ് ഒരു പക്ഷേ DC-യുമായിട്ട് അവർ തമ്മിൽ ഒരു പക്ഷേ ഒരു കോണ്ടാക്ട് അതിനൊന്നും തെളിവില്ല. പക്ഷെ ഇവിടെ പറയുന്നത് അവസാനമായി ഇനി പറയേണ്ടത് ആരാണ്? DC-യാണ് പറയേണ്ടത്. DC-യെ വിളിക്കുന്നു. DC രവി അദ്ദേഹം നാട്ടിലില്ല, അദ്ദേഹം വിദേശത്താണുള്ളത്. അദ്ദേഹത്തിന് ഫോണിൽ കൂടെ പോലും അദ്ദേഹത്തിന് ഒരു മറുപടി നൽകാൻ കഴിയുന്നില്ല. അതിൻ്റെ എഡിറ്ററെ വിളിച്ചു, ഞങ്ങൾ ബന്ധപ്പെട്ടു, അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്കൊന്നും നമുക്ക് ചെല്ലാൻ കഴിയുന്നില്ല. വേണമെങ്കിൽ അവർക്ക് ആ സോഷ്യൽ മീഡിയ പേജിൽ, കാരണം അവരുടെ വിശ്വാസ്യതയാണ്, ഒരു സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത തകർന്നു നിൽക്കുകയാണ്. 2 വരിയെങ്കിലും അവർക്ക് ആ ഫേസ്ബുക്കിലൂടെ അവർക്ക് കുറിക്കാം. കഴിഞ്ഞ ഇന്നലെ ഉച്ചയ്ക്ക് കുറിച്ച ഒറ്റ വരി ആ സാങ്കേതിക പ്രശ്നം എന്ന് പറഞ്ഞതിനപ്പുറം ഇതുവരെ ഒരു പ്രസാധകന് ഉത്തരവാദിത്തമുണ്ടല്ലോ. അവരെ കരുതലിലായിക്കൊണ്ട് അവർക്ക് മേൽ ആരോപണ ശരങ്ങൾ ചെയ്ത് അവരെ നിയമ നടപടിക്ക് വിധേയമാക്കുന്ന രീതിയിലേക്കൊരു നീക്കം നടന്നു കഴിഞ്ഞാൽ ആരാണത് ബാധ്യത? അവർക്കൊരു വരിയെങ്കിലും കുറിക്കാമല്ലോ. അപ്പോൾ അവരുടെ മൗനം വളരെ ദുരൂഹമാണ്. പിന്നീട് EP പറയുന്ന കാര്യങ്ങൾ, അവിടെ ഗൂഢാലോചന സംബന്ധിച്ച് ഒക്കെയുള്ള കാര്യങ്ങളിൽ വിപുലമായ ഒരു അന്വേഷണത്തിന്റെ ഒരു തലം തുറക്കുകയല്ലേ ശ്രീകുമാർ? അല്ല, ഇതില് ഞാൻ പറഞ്ഞല്ലോ, ഗൂഢാലോചനയ്ക്ക് EP പറയുന്ന കാരണം കോൺഗ്രസ് ആണ്. അതെന്തായാലും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണല്ലോ. രണ്ടാമത്തെ കാര്യം DC ബുക്സിന്റെ പ്രതികരണം.
DC ബുക്സിന്റെ പ്രതികരണം വരണമെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും രേഖ ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ നമ്മൾ ചില പേഴ്സണൽ ബന്ധത്തിന്റെ പേരിൽ, സൗഹൃദ ബന്ധത്തിന്റെ പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കൊടുക്കും. ഇതിൽ തർക്കമൊക്കെ വന്നായിട്ട് അറിയാമല്ലോ. മാതൃഭൂമിയും DC ബുക്സും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നൊക്കെ ഒരു കഥ കേൾക്കുന്നുണ്ട്. നമുക്ക് അറിയില്ല എന്താണ്. അപ്പൊ അത് DC ബുക്സ് ഒരു പക്ഷേ അവരിങ്ങനെ ഒരു സംസാരത്തിന്റെ അടിസ്ഥാനത്തില് അതൊരു ആ പുസ്തകത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇത് പുറത്തു വിട്ടതായിരിക്കാം. അപ്പൊ ഈ പുറത്തു വിട്ടതിൽ ഞാൻ എഴുതിയതല്ലെന്നാണ് EP പറയുന്നത്. അതാണല്ലോ പ്രശ്നം. അപ്പൊ 187 പേജുകൾ ഉണ്ടല്ലോ അതിൽ EP എഴുതിയിട്ടില്ല എന്ന് ഇത് പുറത്തു വന്നപ്പോഴാണ് EP പറയുന്നത്. ആ EP പറയുന്നത് പുറത്തു വന്നിട്ടില്ല, ഞാൻ എഴുതിയതല്ല എന്ന് പറയുന്ന ഭാഗം പുറത്തു വന്നത് ജനം അറിഞ്ഞല്ലോ. അപ്പൊ EP എന്തായാലും ഉദ്ദേശിച്ചത് ജനത്തിന് മനസ്സിലായി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ അത് വേണ്ടെന്ന് വെക്കാം, പുസ്തകത്തിൽ വേണ്ടെന്ന് വെക്കാം. ഇവിടെ EP-യോട് വിശദീകരണം ചോദിക്കേണ്ടതില്ല എന്നല്ലേ CPM-ന്റെ തീരുമാനം. അപ്പൊ EP-യോട് വിശദീകരണം ചോദിക്കേണ്ടതില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെങ്കിൽ അത് ചോദിക്കണമല്ലോ. അപ്പൊ ഗൂഢാലോചന നടത്തിയ ഏതെങ്കിലും ഒരു ഘടകം CPM-ലും കാണും. CPM-ൽ ഒരുപാട് കാലങ്ങളായിട്ട് ജയരാജന്മാരുടെ വഴക്ക് നമുക്കറിയാമല്ലോ. അത് മാത്രമല്ല EP ജയരാജനെ LDF ഗവൺമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാര്യം നമുക്കറിയാമല്ലോ. EP ജയരാജൻ വ്യവസായ മന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തായതിനു ശേഷമുള്ള കഥകൾ നമുക്കറിയാമല്ലോ. 75 വയസ്സ് ആയിക്കഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇനി ആകില്ല എന്നുള്ള ചില പ്രഖ്യാപനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ EP ജയരാജൻ തന്റെ ആത്മകഥയുടെ ഒരു അംശം പുറത്തു. ശ്രീകുമാർ, ഒരു കാര്യം കൂടിയുണ്ട്. കാരണം EP-യുടെ അനുമതി ഇല്ലാതെ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസാധകൻ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനം അത് പരസ്യം നൽകുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം അപ്പാടെ ആശയക്കുഴപ്പങ്ങളുണ്ട്. അക്കാര്യത്തിൽ നിന്ന് EP-യോട് ചോദിച്ചെങ്കിലും EP അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ വാക്കാൽ സംസാരിക്കാമല്ലോ. അതായത് നമ്മൾ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് EP ജയരാജൻ. അദ്ദേഹം ഒരു പ്രമുഖ പ്രസിദ്ധീകരണശാലയുടെ ആരെങ്കിലുമായിട്ട് വാക്കാൽ സംസാരിച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരും ധരിക്കില്ലല്ലോ. കാരണം പുസ്തകം പുറത്തു വരുന്നതിനും ഇങ്ങനെ ഓരോ കഷ്ണമൊക്കെ പുറത്തു വരാറുണ്ട്. അത് പിരിപ്പൻകോടി മുരളിയുടെ പുസ്തകം പുറത്തു വന്നപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു. CPM-ന്റെ പല നേതാക്കളുടെയും പുസ്തകങ്ങൾ പുറത്തു വരുമ്പോൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇതിൽ EP ജയരാജൻ പറയുന്ന ഒരു ഭാഗം നമുക്ക് വിശ്വസിക്കാം. എന്താണത്? ഞാൻ പറയാതെ എന്റെ പുസ്തകം എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക? അത് നമുക്ക് ന്യായമായി ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിൽ ഗൂഢാലോചന കോൺഗ്രസ് നടത്തി എന്ന് പറയുമ്പോൾ എല്ലാം പൊളിയുകയാണ്. അത് കോൺഗ്രസ് ഗൂഢാലോചന നടത്തി എന്ന് പറയുമ്പോഴാണ് ഇതെല്ലാം പൊളിയുന്നത്. കാരണം കോൺഗ്രസ് അവിടെ ഒരു കക്ഷിയല്ലല്ലോ. പിന്നെ ഈ ചേലക്കര വയനാട് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളതും ഉണ്ട്. എന്തുകൊണ്ട് EP കൃത്യമായിട്ട് വോട്ടെടുപ്പ് അവസാനിക്കാറായപ്പോ വിശദീകരണം കൊടുത്തു എന്നാണ് കോൺഗ്രസിന്റെയൊക്കെ ഒരു ആക്ഷേപം. പിന്നെ അത് കൂടാതെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇങ്ങനെ പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട്. അത് സ്വതന്ത്രന്മാര് വയ്യാവേലിയാണെന്നുള്ള പരാമർശമുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിറ്റേന്ന് ഈ വിവാദം വന്നതിന്റെ പിറ്റേന്ന് EP ഇന്ന് പാലക്കാട്ടുണ്ട്. EP ഇന്ന് പാലക്കാട്ട് പത്രസമ്മേളനം നടത്തിയെന്ന് മാത്രമല്ല അവിടുത്തെ LDF സ്ഥാനാർത്ഥിയെ പുകഴ്ത്തുകയാണ്. ആ പുകഴ്ത്തലിനൊരു തമാശയുണ്ട് പ്രതീക്ഷയെ. EP-യുടെ ആ ഒരു ശരീരഭാഷ, അദ്ദേഹത്തിനൊരു ടെൻഷനും ഇല്ല, അദ്ദേഹത്തിന്റെ BP ഒട്ടും കൂടിയിട്ടില്ല. അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് എന്താ പറയുന്നത്? സരിൻ ഊതിക്കാച്ചിയ പൊന്നാണെന്ന്. ഇതുപോലൊരു സംഭവം ഞാൻ പറയാം. MV ഗോവിന്ദ മാഷെ സെക്രട്ടറി ആയപ്പോ EP ജയരാജൻ ഇഷ്ടപ്പെട്ടില്ലെന്നൊരു കഥയുണ്ടല്ലോ, ജൂനിയർ സീനിയർ തർക്കം. ഗോവിന്ദ മാഷ ജാഥയിൽ EP പങ്കെടുത്തില്ല, LDF കൺവീനറാണ്. അപ്പൊ തൃശ്ശൂർ എത്തിയപ്പോ അദ്ദേഹം പങ്കെടുത്തു, പാതി വഴി പിന്നിട്ടപ്പം. പങ്കെടുത്തിട്ട് അദ്ദേഹം ഒരു ഉഗ്രം പ്രസ്താവന നടത്തി. എന്താ അറിയാവോ? പിണറായി വിജയൻ കേരളത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞു. സമാനമല്ലേ പാലക്കാട്ട് ഊതിക്കാച്ചിയ പൊന്നെ? ഇതൊക്കെ EP ജയരാജൻ ആദ്യം മനസ്സിലാക്കണം. EP ജയരാജനോളം കൃത്യമായിട്ടും സരസമായിട്ടും കാര്യങ്ങൾ അവതരിപ്പിച്ച് കൊള്ളേണ്ടടുത്ത് കൊള്ളിക്കാൻ പറ്റിയ രാഷ്ട്രീയ നേതാവ് ഇന്ന് CPM-ലില്ല. അതാണ് EP ജയരാജനോട് വിശദീകരണം ചോദിക്കാത്തത്. വിശദീകരണം ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വാട്സപ്പ് മെസ്സേജ് വരുന്ന പോലെ ഇങ്ങനെ വരും, ഫോൺ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കിയിട്ട് വരുന്ന പോലെ. അപ്പൊ മിണ്ടാതിരിക്കാണ് ഭേദം. ഇന്ന് അത് രാഷ്ട്രീയമായി പറയുമ്പോൾ രാഷ്ട്രീയമായ ഗുരുതരമായൊരു ആരോപണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഉയർത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം DC എന്നത് DCC എഴുതി കൊടുത്ത തിരക്കഥയ്ക്കൊപ്പം സഞ്ചരിച്ചോ എന്നുള്ളതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇതിൻ്റെ ഉള്ളടക്കം വരുമ്പോൾ അതിൻ്റെ ഗൂഢാലോചനയ്ക്കൊപ്പം കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷ ചേരിയുടെ ഭാഗത്തു നിന്നുള്ള ഗൂഢാലോചനയ്ക്കൊപ്പം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസാധകർ നിൽക്കുന്നു എന്ന ആരോപണം, അതാണ് ഈ ഭരണപക്ഷത്തു നിന്നും LDF ക്യാമ്പുകളിൽ നിന്നൊക്കെ ഉയർന്നു കേൾക്കുന്ന ആ ആരോപണങ്ങളെങ്കിൽ തീർച്ചയായും ഈ വിഷയത്തിൽ ഉത്തരം പറയേണ്ട ബാധ്യത ആ
പ്രസാധക സ്ഥാപനത്തിന് DC-ക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഇപ്പോഴും DC നമ്മൾ PCR-ൽ നിന്നും DC-യുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെയൊക്കെ തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രതികരണം ഇതുവരെയും ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. പാർട്ടി ഇനി ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? കാരണം EP-യെ തൽക്കാലത്തേക്ക് വിശ്വസിക്കുക എന്ന മാർഗമേ പാർട്ടിക്ക് മുന്നിലുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് ദിവസം വന്ന വിഷയമാണ്. അവിടെ പറഞ്ഞ EP-യുടെ പേരിലേക്ക് വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ പ്രാഥമികമായിട്ടൊരു വിശദീകരണം EP-യിൽ നിന്നും തേടേണ്ട ഒരു സാഹചര്യമെങ്കിലും ഒരുങ്ങിയിട്ടില്ലേ? എന്തായിരിക്കാം ആ പാർട്ടി? നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ചേരുന്നുണ്ട്. ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമായി അത് അത്തരം ഫോറങ്ങളിൽ കൂടി വിലയിരുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമില്ലേ ശ്രീ റെജി ലൂക്കോസ്? അല്ല, അവിടെ അങ്ങനെയല്ല കാണേണ്ടത്. EP ജയരാജന് മനസ്സുകൊണ്ട് പോലും അറിയാതെ അദ്ദേഹം എഴുതാത്ത അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഒരു പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ചതിലൂടെ അത് EP ജയരാജനുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അല്ല, CPM-ഉമായിട്ടുള്ള CPM-നെ എന്താ ബന്ധിരിക്കുന്നത്? EP ജയരാജൻ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെ അറിഞ്ഞതുകൊണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വിശദീകരണം ചോദിക്കിച്ച പാർട്ടി അടങ്ങുള്ളൂ. അത് ഞാൻ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ EP ജയരാജനെ ഒരു കരിവാക്കിക്കൊണ്ട് ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് പ്രസിദ്ധീകരിച്ച് നിജസ്ഥിതി അറിയാനുള്ള ഒരു ബാധ്യത പാർട്ടിക്കില്ലേ? കാരണം അങ്ങനെയെങ്കിൽ നമ്മൾ EP വിശ്വസിച്ച് ആണ് നമ്മൾ ഈ പാർട്ടി നിലവിലെ സ്ഥിതിയിൽ EP-യെ വിശ്വസിക്കുന്നതെങ്കിൽ EP ഒരു മുതിർന്ന നേതാവാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആ കേന്ദ്ര കമ്മിറ്റി അംഗം എഴുതാത്ത പുസ്തകത്തിന്റെ പേരിൽ വളരെ ഗുരുതരമായ പിണറായി സർക്കാരിനെ, അവിടെ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസം നടക്കുന്ന ഗൂഢാലോചന, അങ്ങനെയെങ്കിൽ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് വിപുലമായി ഗൗരവത്തോടു കൂടിയാണ് കാണേണ്ടത്. ആ നിലയ്ക്കെങ്കിലും പാർട്ടിക്ക് പരിശോധിക്കാനുള്ള ബാധ്യതയില്ലേ? അല്ല, പാർട്ടിയുടെ പരിശോധിക്കും. EP ജയരാജൻ നിരപരാധിയായി EP ജയരാജനോടെങ്കിലും വിശദീകരണം ചോദിക്കണേ. അദ്ദേഹത്തിന് അറിയാത്ത കാര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ ചോദിക്കാൻ പറ്റുമോ? പക്ഷെ ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം, ഇത്രയും സമയമായിട്ടും ഇത്രയും വലിയ പ്രസിദ്ധീകരണത്തിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഒരു വിശദീകരണമോ അല്ലെങ്കിൽ EP രാജൻ പറഞ്ഞ തെറ്റാണെന്ന് ഞങ്ങളിപ്പോ കരാറുണ്ടെന്നും അത് അദ്ദേഹത്തെ അറിയിച്ചു തൊട്ടാണ് പ്രസിദ്ധീകരിക്കണമെന്നും പറഞ്ഞു ഒരു കുറിപ്പെഴുതാൻ പോലും തയ്യാറായിട്ടില്ല. അപ്പൊ തന്നെ വളരെ വ്യക്തമായില്ലേ കാര്യം? അത് ആരും നിസ്സാരപ്പെട്ട ഒരു പ്രസിദ്ധീകരണമാണോ പ്രതീക്ഷ? ഇവിടെ പാരമ്പര്യമുള്ള ഒരു പ്രസാധക സ്ഥാപനമാണ്. എത്രയോ പ്രസാധക സ്ഥാപനങ്ങളുണ്ട്. സ്വാഭാവികമായും ഒരാൾ ഒരു ആത്മകഥ എഴുതാൻ പോകുമ്പോൾ അദ്ദേഹത്തെ പലരും പബ്ലിക്കേഷൻസ് ഒക്കെ സമീപിക്കും. ആ സമീപിക്കുമ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക്, ഒരു സംഭവത്തിലേക്ക് അതിൻ്റെ പരിണാമാവസ്ഥ ഓരോ ദിവസം ദൈനംദിനമായി മാറുകയും അങ്ങനെ ആ ഗ്രന്ഥകർത്താവ് ഒരു പ്രസാധകനെതിരെ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ക്രിമിനൽ പ്രൊസീജിയർ, ലീഗൽ പ്രൊസീജിയറുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വരി പോലും വിളിച്ചിട്ട് ഫോണിൽ പോലും കിട്ടുന്നില്ല ആളെ. എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇതിൻ്റെ പ്രസാധകരുടെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരൊക്കെ ഏത് ഈ ഭൂമിയിലുണ്ടല്ലോ, അവർക്കൊക്കെ അവരുടെ സ്ഥാപനത്തിന് നേരെ വരുന്ന ഈ കരിവാരിത്തേക്കുന്നാണെങ്കിൽ അവർക്ക് വിശദീകരിക്കാം, ഞങ്ങളെ കരിവാരിത്തേരിച്ചുകൊണ്ടാണ്, ബാക്കി പിന്നാലെ പറയാമെന്ന് പറയാം. അങ്ങനെ പോലും ഉണ്ടാകാതെ ഒരു വരി പോലും ഒരു പ്രതികരണമായി വരാത്ത രീതിയിൽ നമ്മൾ ആ മൗനത്തെ എങ്ങനെ വായിച്ചെടുക്കേണ്ടി വരും ശ്രീ റെജി ലൂക്കോസ്? അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിനകത്ത് ഉത്തരവെന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവരെ വിശദീകരണം ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിന്നും ഇങ്ങനെ ഒരു കള്ളക്കഥ രചിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ആൾക്കെതിരെ ഒരു വരി കൊണ്ട് പോലും നിഷേധിക്കുകയോ തങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് പോലും പറയാതെ മൗനമായിട്ടിരിക്കാതെ പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന തന്നെയല്ല. അവർ പ്രസിദ്ധീകരണം മാറ്റിവെച്ചതോടുകൂടി തന്നെ അവരുടെ ഗൂഢാലോചനയും അവരുടെ കള്ളക്കഥയും അവർ തന്നെ പൊളിച്ചെഴുതിയിരിക്കുന്നു. ഇതാണ് ഇതിനകത്ത് വസ്തുത എന്ന് പറയുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. കേരളത്തിൽ വ്യക്തിഹത്യ നടത്തി കേരളത്തിലെ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അതിന്റെ സ്ഥാനാർത്ഥിയെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് നടന്ന ഒരു ഗൂഢാലോചന അത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉടലെടുത്തതാണെന്നുള്ളവരും ആ EP-യുടെ ആരോപണമാണ് ഇവിടെ ഏറ്റവും മുഴച്ചു നിൽക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ വസ്തുത. അത് പാലക്കാട് ഇവരെ ബാധിക്കും. സരിന് വേണ്ടിയിട്ട് അവിടെ വോട്ട് ചോദിക്കാൻ EP എത്തിയിരിക്കുന്നു. ഒന്ന് ആലോചിക്കുക, സരിനെ മോശമായിട്ട് ചിത്രീകരിച്ചായിട്ട് ആ പുസ്തകത്തിലുണ്ട്. അവർ അവകാശപ്പെടുന്നത് അങ്ങനെയാണ്. ആ PDF-ലുണ്ട്, ഞാൻ വായിച്ചതാണ്. അപ്പൊ സരിൻ എന്ന് പറയുന്ന ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനാണ് അവർ പരാജയപ്പെടും. അവിടെ EP ജയരാജന് വോട്ട് ചോദിച്ചിരിക്കുന്നു. ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ആ സ്ഥാനാർത്ഥി ആരാണെന്ന് വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇത് പാലക്കാട് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തും, ഒരു തർക്കമില്ല. അവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെയും BJP സ്ഥാനാർത്ഥിയുടെയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഈ തട്ടിപ്പ് ആരോപണവും ഈ വെളിപ്പെടുത്തൽ കൊണ്ട് എത്തിക്കുന്നുള്ള കാര്യത്തിൽ
യാതൊരു തർക്കവുമില്ല. തീർച്ചയായും ഞാൻ പറയുന്നത് അവസാനത്തെ ചോദ്യം ശ്രീ എൻ ശ്രീകുമാറിലേക്ക്. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ നമുക്കറിയാം ഇ പി ജയരാജനെതിരെ ശോഭാ സുരേന്ദ്രൻ അടക്കം ഉയർത്തിയ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ഇ പി ഒരു നിയമ നടപടിയിലേക്കൊക്കെ പോകാൻ അല്പം വൈകി. പല കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ നിലപാട് പറയാൻ വൈകി. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെയല്ല. പൊടുന്നനെ തന്നെ ഒരു ദിവസം കൊണ്ട് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയക്കുന്നു, ക്രിമിനൽ പ്രൊസീജിയറിലേക്ക് പോകാൻ വേണ്ടി ഒരു പരാതി DGPക്ക് മുൻപാകെ നൽകുന്നു. അപ്പോൾ തീർച്ചയായും ഇതിൽ പരിശോധനകൾ ഉണ്ടായേക്കാം എന്ന പ്രതീക്ഷയുണ്ടോ? കാരണം പോലീസിനൊരു FIR ഒക്കെ ഇട്ട് ഇതിലെന്താണ് നടന്നത് എന്ന രീതിയിലേക്കൊക്കെ വിപുലമായ പരിശോധനയിലേക്ക് വരാനുള്ളൊരു തലം കൂടി ഒരുങ്ങിയിട്ടുണ്ടോ? ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതിപ്പം എനിക്ക് തോന്നുന്നത് DC ബുക്സിന്റെ എന്തെങ്കിലും രേഖാപരമായിട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലായിരിക്കും. അതായിരിക്കും അവർ പറയാത്തത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇത് ഒരു യുദ്ധത്തിനൊന്നും ഇ പി ജയരാജൻ പോകും തോന്നുന്നില്ല. കാരണം ഇതിന്റെ യഥാർത്ഥ കാര്യമൊന്നും നമുക്കറിയാത്തതുകൊണ്ട്. പക്ഷെ ഇത് ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും അതിന്റെ ഭാഷാശുദ്ധി നോക്കാനായിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ഒക്കെ പറയുമ്പോൾ ആത്മകഥ ഉണ്ടെന്നുള്ള വ്യക്തമാണ്. ഇത് 2 ദിവസം മുമ്പാണ് ഇത് ഈ DC ബുക്സിന്റെ ഫേസ്ബുക്കിൽ എന്തോ ഇങ്ങനെ ഒരു കാര്യം വന്നത്. അപ്പൊ അന്നും ഇതാരും നിഷേധിച്ചിട്ടൊന്നുമില്ല. ഇതിങ്ങനെ പ്രസിദ്ധീകരിക്കുന്നു പറഞ്ഞപ്പോൾ ആരും നിഷേധിച്ചിട്ടൊന്നുമില്ല. അപ്പൊ പാർട്ടി ഈ ഇതിലെ കുറച്ച് അധ്യായങ്ങൾ പുറത്തു വന്നപ്പോൾ CPM എന്തായാലും ഭയന്നപ്പോ പിന്നെ അത് ചെയ്യാവുന്ന ഒറ്റ കാര്യം ഇ പി ജയരാജനെ കൊണ്ട് DGPക്ക് പരാതി കൊടുക്കുക, വക്കീൽ നോട്ടീസ് അയക്കുക. DGPക്ക് പരാതി കൊടുക്കുക വെച്ചാൽ ഏതാ DGP? അദ്ദേഹത്തിന്റെ തന്നെ DGP. വക്കീൽ നോട്ടീസ് അയക്കാന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വക്കീലിനെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വക്കീൽ വിശ്വമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയക്കുന്ന പറഞ്ഞു. അത് അദ്ദേഹം അയക്കുന്നത് പാർട്ടിയുടെ വക്കീലാണ് അയക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, പാർട്ടി CPM പറഞ്ഞു പാലക്കാട് നിന്ന് എത്തി സരിന് വേണ്ടി പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, CPM-ന് എന്തോ ഒരു ചെറിയ പ്രശ്നം, ഭയം ഉണ്ടായിട്ടുണ്ട്. ഇത് ബുക്ക് പ്രസിദ്ധീകരണം EP തമ്മിലുള്ള പ്രശ്നമല്ല ഇവിടെ, അത് അവർ തമ്മിലുള്ള തർക്കമല്ലേ. ഇതിലത്തെ അടങ്ങിയ വിഷയം ഉണ്ടല്ലോ, ആ വിഷയം പുറത്തു വന്നു. ആ വിഷയമാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത്. അല്ലാണ്ട് DC പ്രസിദ്ധീകരിക്കുന്നുണ്ടോ ഒന്നും അല്ല. പാർട്ടി CPM വരെ ബുദ്ധിമുട്ടായത് അതിലത്തെ ചില ഉള്ളടക്കങ്ങളാണ്. ആ ഉള്ളടക്കത്തിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയുണ്ട്. എങ്കിൽ പിന്നെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ വന്ന് വോട്ട് ചോദിക്കാൻ പറയുമ്പോൾ അത് എന്താത്മാർത്ഥതയുള്ളത് അതിൽ പാർട്ടിക്ക്? ഇ പി ജയരാജൻ വരും, കാരണം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം സരിനെ പൂഴ്ത്തും, കാരണം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പക്ഷെ ജനത്തിന് കാര്യം മനസ്സിലായി, വോട്ടർമാർക്ക് കാര്യം മനസ്സിലായി. ഇത്രയുള്ള വിഷയം. മറ്റേ തർക്കത്തിലേക്ക് നമുക്കിപ്പോ കടക്കേണ്ട നിയമപരമായിട്ടുള്ള വ്യക്തമായ കാര്യങ്ങള് കേരളത്തിലെ ജനങ്ങളെ വെട്ടികളാക്കാൻ പറ്റത്തില്ല സാറേ. അത് 100% ഉറപ്പാ. ഇപ്പൊ മാതൃഭൂമി പ്രസിദ്ധീകരിക്കാത്ത ഒരു സാധനം റെജി ലൂക്കോസ് പറയുവാണ് മാതൃഭൂമിയുടെ ആണെന്ന് പറഞ്ഞാൽ ശ്രീകുമാർ സാർ എന്ത് മറുപടി പറയും? എന്ത് മറുപടി പറയും? അത് മാത്രം ചോദിച്ചാൽ പോരെ. നമ്മൾ ഈ തർക്കത്തിൽ ഇടപെടുന്നില്ലല്ലോ. കാരണം തർക്കം എന്ന് പറയുന്നത് ശരി. ശ്രീ റെജി ലൂക്കോസ്, ശ്രീ എൻ ശ്രീകുമാർ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. അങ്ങനെ കെട്ടടങ്ങാതെ നിർവീര്യമാകാതെ EP-യുടെ ആത്മകഥാ ബോംബ്, EP-യുടെ പ്രതികരണമാണ് ഒടുവിൽ കേട്ടത്. അതേസമയം പ്രസാദകരായ ആരോപണ സ്ഥാനത്ത് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന DC-യുടെ പ്രതികരണം ഇനിയും ഉണ്ടായിട്ടില്ല.